ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആണ് എന്റെ മെയിൻ സബ്ജക്റ്റ് ആക്കി സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പോകുന്നത്. കുറെ ന്യൂട്രിയൻസ് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോകും ബോയിലിംഗ് മെത്തേഡ് വഴി ചെയ്യുമ്പോൾ. ഡയറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, ബോഡി വയസ്സാവും തോറും നമ്മുടെ മസിൽസും ബോൺസും ഒക്കെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. മാസം പ്രാക്ടീസ് ചെയ്താൽ മതി 2 മുതൽ 3 കിലോ വരെ കുറയും എന്നുള്ളത് എന്റെ ഉറപ്പാണ്. കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പച്ചക്കറി മാത്രം കഴിക്കുക. വളരെയധികം അൺഹെൽത്തി ആണ്. ഹലോ ഓൾ, ദിസ് ഇസ് അനൂജ ആൻഡ് യു ആർ വാച്ചിങ് എസൻസ് ഓഫ് സയൻസ്. വെക്കേഷൻ ആണ്. അപ്പൊ ഇപ്പോഴാണ് എല്ലാവരും കുറച്ചും കൂടി സെൽഫ് കെയറിന് വേണ്ടി സമയമൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കാരണം അവർ കുറച്ചും കൂടി ഫ്രീ ആവുന്നതും അവർക്ക് വേണ്ടി അവൈലബിൾ ആവുന്ന ടൈമും ഈ വെക്കേഷൻ എന്ന് പറയുന്ന സമയമാണ്. അപ്പോഴാണ് അവർ കുറച്ചും കൂടി ഡയറ്റ്, പിന്നെ ബോഡി, പിന്നെ സെൽഫ് കെയർ, ജിം അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പൊ അങ്ങനെ എന്റെ വീട്ടിലും ഇങ്ങനെ ഡയറ്റിനെ കുറിച്ചിട്ട് ഒരു ചർച്ച വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചു നോക്കി. രാത്രി കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പച്ചക്കറി മാത്രം കഴിക്കാം. കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ വണ്ണം കുറയ്ക്കരുത്. അത് നിങ്ങൾ ചിലപ്പോൾ വണ്ണം അല്പം കുറച്ചെന്ന് വരാം, പക്ഷെ നിങ്ങളുടെ എനർജി അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഞാൻ എന്റെ മുന്നത്തെ ഒരു വീഡിയോയില് ഒരുപാട് കൈൻഡ് ഓഫ് ഡയറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ബട്ട് ഇതിനകത്ത് എല്ലാവരും മസ്റ്റായി ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ പറയുന്നത്. പിന്നെ കൂടെ തന്നെ വീഡിയോ പറഞ്ഞു പോകെ ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ടിപ്സും പറയുന്നതായിരിക്കും. അത് വളരെയധികം എസെൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എനിക്ക് എന്താണ് ഇത് ആധികാരികമായി പറയാനുള്ള അവകാശം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനൊരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ഒന്നുമല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ BSc FCA സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആണ് എന്റെ മെയിൻ സബ്ജക്റ്റ് ആക്കി സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്ക് നമ്മുടെ ഡയറ്റ് പ്ലാൻ ടിപ്പ് നമ്പർ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടിപ്പ് നമ്പർ 1, നിങ്ങൾ കറക്റ്റ് അളവിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ മോസ്റ്റ് പ്രിഫേർഡ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7:30 മുതൽ ഒരു 9 മണി. അതാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സമയം. ഇതിനകത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിച്ച ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന സംഭവങ്ങൾ തന്നെ. ഇഡ്ലി, ദോശ, അതിന്റെ കൂടെ സാമ്പാർ, ചട്നി, അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് ഡിഷും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ താല്പര്യമില്ല, ഓട്സ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓട്സ് കൊണ്ട് ഒരു ഹെൽത്തി സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് റോ വെജിറ്റബിൾസും ബോയിൽഡ് എഗ്ഗും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബോയിൽഡ് എഗ് നിങ്ങൾക്കറിയാം, അഫ്കോഴ്സ് അതൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, അതായത് ഇപ്പൊ സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഓൾറെഡി വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ എന്തിനാണ് എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു റോ വെജിറ്റബിൾസ് കഴിക്കണം എന്നുള്ളൊരു സംശയം വരേണ്ടതാണ്. അപ്പൊ ദാറ്റ് ഇസ് മൈ ടിപ്പ് നമ്പർ 2. നിങ്ങൾ ഇങ്ങനെ സാമ്പാറൊക്കെ പറയുമ്പോൾ വെജിറ്റബിൾസ് നമ്മൾ ബോയിൽ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ വെള്ളത്തിൽ ബോയിൽ ചെയ്യുമ്പോൾ കുറെ ന്യൂട്രിയൻസ് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോകും ബോയിലിംഗ് മെത്തേഡ് വഴി ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ പ്രപ്പോർഷനിലും, റൈറ്റ് പ്രപ്പോർഷനിൽ വെജിറ്റബിൾസിന്റെ ആ ഒരു ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് റോ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ അത് ചെറുതായി സോർട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ പോവാം, ബ്രഞ്ച്. ബ്രഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും ലഞ്ചിന് മുൻപും കഴിക്കുന്നതാണ് ബ്രഞ്ച് എന്ന് പറയുന്നത്. അതായത് 10:30 to 11 അതാണ് ബ്രഞ്ച് കഴിക്കേണ്ട സമയം. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഇറ്റ് ക്യാൻ ബി ആൻ ആപ്പിൾ, ഒരു പേരയ്ക്ക, ഓറഞ്ച്, അങ്ങനെ ഏതൊരു ഫ്രൂട്ടും കഴിക്കാം. ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഹൈ സോഴ്സ് ഓഫ് ഫൈബർ ആണ്. ദിസ് ഈസ് എ ടിപ്പ് നമ്പർ 2. ഫൈബറിന്റെ ഗുണം എന്താണ്? ഇപ്പൊ പ്രത്യേകിച്ചും 50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈജഷന്റെ പ്രക്രിയ ഇത്തിരി സ്ലോ ആകും. അപ്പൊ ഇങ്ങനെ ഫൈബർ ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡൈജഷൻ പ്രോസസ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ടേക്ക് പ്ലേസ് ചെയ്യും. അതേപോലെ തന്നെ ഇത് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ലഞ്ചിലേക്ക് പോയാലോ? അപ്പൊ ലഞ്ച് എന്ന് പറയുമ്പോൾ മിക്കതും 1 മണി മുതൽ 2 മണി, എത്ര തിരക്കാണെങ്കിലും 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്തിനകത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരിക്കലും ഡോണ്ട് എവർ സ്കിപ്പ് യുവർ മീൽസ്. ഇതാണ് ടിപ്പ് നമ്പർ 3. വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞ് മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ നേരവും കൃത്യമായി ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ കമ്മിങ് ടു ലഞ്ച്, നിങ്ങൾക്ക് ചോറ് കഴിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചോറ് കഴിക്കാം. ഇപ്പൊ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 1 കപ്പ് ചോറ്, ഇപ്പൊ കറക്റ്റ് അളവിൽ പറഞ്ഞ 250 grams, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിന്റെ ഒരു 1/4 ഭാഗം 25% ആകണം നിങ്ങൾ കഴിക്കുന്ന ചോറ്. ഇനി ചോറ് കഴിക്കാൻ താല്പര്യമില്ല, ചപ്പാത്തി ആണെങ്കിൽ ഒരു 2 to 3 ചപ്പാത്തീസ് നിങ്ങൾക്ക് കഴിക്കാം. ഒപ്പം ഇതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാം, സാമ്പാർ, ഫ്രൂട്ട്സ്, പിന്നെ ബോയിൽഡ് ആയിട്ട് ഒരു എഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നിങ്ങൾ ഒരു ബോയിൽഡ് എഗ് ആഡ് ചെയ്തത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ആഡ് ചെയ്യാം? ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, അങ്ങനെ മീറ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ഹിയർ കംസ് ടിപ്പ് നമ്പർ 4. ഇത് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്, കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സ്നാക്സിലോട്ടേക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഇത് കേട്ടാൽ നല്ലതായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോന്നിയേക്കാം, നിങ്ങൾക്ക് ഒരു ദിവസം ഉച്ചയ്ക്ക് ഉപ്പേരി പൾസസ് ആണ്, കടല, പരിപ്പ്, മുതിര അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ചിക്കൻ കഴിക്കേണ്ടത് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഈ മീറ്റ് പിന്നെ എഗ് അതൊക്കെ നമുക്ക് ആനിമൽ സോഴ്സ് നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് ആണ്. ഈ പൾസസ് ഒക്കെയോ പ്ലാന്റ് സോഴ്സ് നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പൊ ആനിമൽ സോഴ്സ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡാണ് കുറച്ചും കൂടിയും ഹൈ ബയോളജിക്കൽ വാല്യൂ പ്രോട്ടീൻസ്. ഇവര് ലോ ബയോളജിക്കൽ വാല്യൂ പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീനിന്റെ അളവ് കൂടുതൽ ഉണ്ടാവുക അങ്ങനെ ആനിമൽ സോഴ്സ് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ലഞ്ചിൽ എപ്പോഴും അങ്ങനത്തെ മീറ്റ് ഐറ്റംസ്, ഫിഷ് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഡെയിലി നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീക്ക്ലി 3 to 4 ടൈംസ് എന്തായാലും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേറ്റിന്റെ ഒരു 25% മതി. അതായത് അളവ് ഇങ്ങനെയാണ് വരുന്നത്. ടിപ്പ് നമ്പർ 5, അതായത് 25% മീറ്റ് ഐറ്റംസ് പ്രോട്ടീൻ സോഴ്സ്, 25% റൈസ് കാർബോഹൈഡ്രേറ്റ്സ്, 50% വെജിറ്റബിൾസും ഫ്രൂട്ട്സും സോഴ്സ് ഫോർ വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. മൈ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം അതിന്റെ റേഷ്യോ, അളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്നാക്സിക്ക് വരാം. സ്നാക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പം ഓർമ്മ വരുന്നുണ്ടാവുക നല്ല എണ്ണയിൽ മുറിച്ചെടുത്ത പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. പക്ഷെ ഇത് വളരെയധികം അൺഹെൽത്തി ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ റോസ്റ്റഡ് ചന, പീനട്സ്, പിന്നെ മുളപ്പിച്ച ചെറുപയർ, ഇത് വളരെയധികം സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വളരെ ഹെൽത്തി ആണ്. ടിപ്പ് നമ്പർ 6, ഇപ്പൊ സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ ബെനിഫിറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കി തന്നിരുന്ന എന്റെ ഒരു ഫേവറേറ്റ് സ്നാക്ക് ആയിരുന്നു ഈ മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുന്നത്. ഇപ്പൊ ചെറുപയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതിനകത്ത് പ്രോട്ടീൻ മാത്രമല്ല ഒരുപാട് ന്യൂട്രിയൻസും എൻസൈംസും ഒക്കെ പ്രസന്റ് ആണ്. അപ്പൊ കുറച്ചെണ്ണൊക്കെ ഇനാക്റ്റീവ് ആയിട്ട് അതിനകത്ത് ഉറങ്ങിക്കെടുക്കുകയായിരിക്കും. മുളപ്പിക്കുമ്പോൾ ആ ഒരു പ്രക്രിയയിലൂടെ ആ ഒരു ഉറങ്ങിക്കെടുക്കുന്ന ആ എൻസൈംസും ന്യൂട്രിയൻസിനും ഒക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഈ മുളപ്പിക്കുന്ന ഈ ഒരു പ്രക്രിയ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ആൻഡ് അത് നല്ലൊരു സ്നാക്ക് ആണ്. നിങ്ങൾക്ക് അതിന്റെ കൂടെ ചെറുതായിട്ടൊന്നൊരു ശർക്കര വളരെ സ്മോൾ എമൗണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ട്, ഒരു ഹെൽത്തി സ്നാക്ക് തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ട് മറ്റൊരു ഹെൽത്തി സ്നാക്ക് ആണ് മൂങ് ദാൽ എന്ന് പറയുന്നത്. ഒരു പാക്കറ്റഡ് ഫുഡ് ആണ്, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അത് കമ്പാരിറ്റീവ്ലി ഒരു ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ചായ കുടിക്കുമ്പോൾ മാക്സിമം ഷുഗർ ഇല്ലാതെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടിപ്പ് നമ്പർ 7, ഇപ്പൊ നിങ്ങൾ ഷുഗർ കട്ട് നിങ്ങൾ ഒരൊറ്റ മാസം പ്രാക്ടീസ് ചെയ്താൽ മതി 2 മുതൽ 3 കിലോ വരെ കുറയും എന്നുള്ളത് എന്റെ ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഷുഗർ കട്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് മീൽ ഓഫ് ആർ ഡേ എത്തിയിരിക്കുകയാണ്, ദാറ്റ് ഇസ് ഡിന്നർ. ടിപ്പ് നമ്പർ 8, എപ്പോഴും ഡിന്നർ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നേരത്തെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ഈവനിങ് 4 PM ആകുമ്പോഴേക്കും നിങ്ങളുടെ ഈവനിങ് സ്നാക്ക് കഴിഞ്ഞാൽ ഒരു 7 to 8 മണി ആകുമ്പോഴേക്കും ഡിന്നർ കഴിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലാണ് നമ്മുടെ ഡൈജഷൻ ഒക്കെ എളുപ്പം തീരുകയുള്ളൂ. രാത്രി നമ്മൾ രാവിലെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഫിസിക്കലി കുറച്ചും കൂടി ഇനാക്റ്റീവ് ആയിരിക്കുന്ന ടൈമാണ് രാത്രി, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഡൈജഷൻ വർക്കും കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ചോറ് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചതിനെക്കാട്ടി കുറച്ച് കുറയ്ക്കുക. ചപ്പാത്തി ആണെങ്കിൽ ഒരു 2 ചപ്പാത്തി മാക്സിമം കഴിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു വെജ് കറീസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ടിപ്പ് നമ്പർ 9 എന്ന് പറയുന്നത്, നിങ്ങൾ അബവ് 50 ഏജ്ഡ് പീപ്പിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ട സംഭവമാണ്, മസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട സംഭവങ്ങളാണ് കാൽഷ്യം റിച്ച് ഫുഡ്, പ്രോട്ടീൻ റിച്ച് ഫുഡ്, അതേപോലെ തന്നെ ഫൈബർ റിച്ച് ഫുഡ്. കാരണം നിങ്ങളുടെ ബോഡി വയസ്സാവും തോറും നമ്മുടെ മസിൽസും ബോൺസും ഒക്കെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ അപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ടിപ്പ് നമ്പർ 10, ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്, ഡയറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, അതിനോടൊപ്പം തന്നെ ചെറിയ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഒരു സൂംബ വർക്ക്ഔട്ട് വീട്ടിൽ സൂംബ ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, ഒരു 30 മിനിറ്റിന് ഒരു ഈവനിങ് ആൻഡ് മോർണിംഗ് വാക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയും നിങ്ങൾക്ക് കിട്ടും. വൈറ്റമിൻ ഡിയും നിങ്ങളുടെ ബോൺസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി വളരെയധികം എസെൻഷ്യൽ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുഡ് സ്ലീപ്പും ഡ്രിങ്കിങ് വാട്ടറും വളരെയധികം എസെൻഷ്യൽ ആണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുമുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ഈസി ഡയറ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയിപ്പോ നിങ്ങളൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് സഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഹൈ ലെവൽസ് ഓഫ് കൊളസ്ട്രോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അങ്ങനെയുണ്ടെങ്കിൽ വിസിറ്റ് ഡയറ്റീഷ്യൻ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. സ്വന്തമായി തെറ്റായ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് റിസ്കിലാക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ ആണ് എപ്പോഴും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ. ഇതേപോലെ തന്നെ ഇനിയും എക്സൈറ്റിംഗ് വീഡിയോസ് എന്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ ഫോർ ദാറ്റ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.